2026 ജൂലൈ 18 നടന്ന 10th പ്രിലിംസിൻ്റെ മോർണിംഗ് സെക്ഷനിലെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങളും അവ വന്ന SCERT പാർട്ടുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്രാചീന കാലത്ത് ബംഗാളിലെ സോനാർ താഴ്വരയെയും സിന്ധു താഴ്വരയെയും ബന്ധിപ്പിച്ചിരുന്ന പാത ഏത്? ഷാഹി പാത. എണ്ണപ്പാടം അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യയിലെ എണ്ണ ശുദ്ധീകരണശാല ദിഗ്ബോയ്. പഞ്ച് പ്രയാഗ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരാഖണ്ഡ്, ഹിമാലയം. ഇന്ത്യയിൽ യുറേനിയം നിക്ഷേപം കാണപ്പെടുന്നത് ധാർവാർ ശിലകൾ. ഇന്ത്യയിലെ വാതോർജ്ജ നിലയം ലംബ. ഹിമാലയത്തിലെ ലവണജല തടാകം രാഗാസ്. മൊളാസിസ് തടം എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ സംസ്ഥാനം മിസോറാം. ജലം നദി വക്രവലയങ്ങൾ രൂപപ്പെടുത്തുന്നതിന് കാരണമായി ഭവിച്ച തടാകമേത്? ബൂളാർ. താഴെ പറയുന്നവരിൽ കേന്ദ്രീകൃത ആസൂത്രണത്തിന്റെ വിമർശകനായിരുന്നത് C. രാജഗോപാലാചാരി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ മന്ത്രിസഭയിൽ വാർത്താവിനിമയ വകുപ്പ് മന്ത്രി റാഫി അഹമ്മദ് ക്വിദ്വായ്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനെ ഇന്ത്യയുടെ കേന്ദ്ര നേതൃത്വം ആദ്യം അംഗീകരിക്കാത്തതിന് കാരണം വിഘടനവാദ ഭീഷണി ഇല്ലാതാക്കാൻ, രാജ്യത്തിന്റെ ഐക്യം കാത്തുസൂക്ഷിക്കാൻ. ഈ 11 ചോദ്യങ്ങളും ഇത് ഏത് SCERT NCERT പാർട്ടിൽ നിന്നുമാണ് വന്നതും എന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. സാധാ 10th പ്രിലിംസ് എക്സാമിന് SCERTയിൽ നിന്നാണ് വരാറ്. എന്നാൽ ഇത്തവണ ജോഗ്രഫി NCERTയിൽ നിന്നാണ് വന്നിട്ടുള്ളത്. മൊളാസിസ് തടം എന്നറിയപ്പെടുന്ന മിസോറാം മൃദുവായതും ദൃഢീകരിക്കാത്തതുമായ നിക്ഷേപങ്ങളാൽ രൂപപ്പെട്ടതാണ്. നാഗാലാൻഡിലെ മിക്ക നദികളും ബ്രഹ്മപുത്രയുടെ പോഷക നദികളാണ്. എന്നാൽ മിസോറാമിലെയും മണിപ്പൂരിലെയും 2 നദികൾ മേഘ്നയുടെ പോഷക നദികളായ ബരക് നദിയുടെ പോഷക നദികളാണ്. മണിപ്പൂരിന്റെ കിഴക്ക് ഭാഗങ്ങളിലുള്ള നദികൾ മ്യാൻമറിലെ ഐരാവതി നദിയുടെ പോഷക നദികളായ ചിന്ദ്വിൻ നദിയുടെ പോഷക നദികളാണ്. ഇതിൽ നിന്ന് നമുക്ക് ഇനിയും ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. ബ്രഹ്മപുത്ര നദികളുടെ പോഷക നദികൾ ഏറ്റവും അധികം കാണപ്പെടുന്ന സംസ്ഥാനം ചോദിച്ചാൽ അത് നാഗാലാൻഡ് ആണ്. ബരക് നദി ഏത് നദിയുടെ പോഷക നദിയാണെന്ന് ചോദിക്കാം. അത് മേഘ്നയുടെ പോഷക നദിയാണ്. ചിന്ദ്വിൻ നദി ഏത് നദിയുടെ പോഷക നദിയാണെന്ന് ചോദിച്ചാൽ ആൻസർ ഐരാവതി നദിയാണ്. ഉത്തരാഖണ്ഡ്, ഹിമാലയം. പടിഞ്ഞാറ് രവി നദിക്കും കിഴക്ക് കാളി നദിക്കും ഇടയിലായാണ് ഹിമാലയത്തിന്റെ ഈ ഭൂവിഭാഗം കാണപ്പെടുന്നത്. സിന്ധു, ഗംഗ എന്നീ 2 നദീവ്യൂഹങ്ങളാണ് ഈ പ്രദേശത്തെ പ്രധാന നീരൊഴുക്കുകൾ. സിന്ധു നദിയുടെ പോഷക നദികളായ രവി, ബിയ, സത്ലജ് എന്നിവയും ഗംഗയുടെ പോഷക നദികളായ യമുന, ഗാഗ്ര എന്നിവയുമാണ് പ്രധാന നദികൾ. ലാഹുൽ സ്പിതി ജില്ലയിലെ സ്പിറ്റി റവന്യൂ സബ് ഡിവിഷനിൽ ഉൾപ്പെടുന്ന ഹിമാചൽ ഹിമാലയത്തിന്റെ ഏറ്റവും വടക്ക് ഭാഗം ലഡാക്ക് ശീതഭൂമിയുടെ തുടർച്ചയാണ്. ഈ സെന്റൻസിന്റെ ഏറ്റവും ലാസ്റ്റ് ആണ് നമ്മുടെ ആൻസർ വരുന്നത്. പ്രസിദ്ധമായ പൂക്കളുടെ താഴ്വര ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഗംഗോത്രി, യമുനോത്രി, കേദാർനാഥ്, ബദരിനാഥ്, ഹേമകുണ്ട് സാഹിബ് തുടങ്ങിയ തീർത്ഥാടന കേന്ദ്രങ്ങളും ഈ ഹിമാലയ ഭാഗത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഈ പ്രദേശം പ്രസിദ്ധമായ പഞ്ചപ്രയാഗുകളുടെ നദികളുടെ സംഗമസ്ഥാനം പേരിലും അറിയപ്പെടുന്നു. ഹിമാലയത്തിലെ ലവണജല തടാകം ഏത് എന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അതിന്റെ ആൻസർ രാഗാസ് എന്നാണ്. എന്നാൽ NCERT ടെസ്റ്റിൽ രാഗാസിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും ലവണജല തടാകമാണ് എന്ന് പറയുന്നില്ല. എങ്കിലും ആ ചോദ്യം വന്നത് SCERTയിൽ നിന്ന് തന്നെയാണ്. ടിബറ്റിലെ മാനസ സരോവര തടാകത്തിനടുത്ത് 4555 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന രാഗാസ് തടാകം. തടാകത്തിൽ നിന്നുത്ഭവിക്കുന്ന സത്ലജ് നദി അവിടെ ലങ്ചൻ ഗംബാബ് എന്ന് വിളിക്കപ്പെടുന്നു. ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപായി ഏകദേശം 400 കിലോമീറ്ററോളം സിന്ധു നദിക്ക് സമാന്തരമായി ഒഴുകുന്ന സത്ലജ് രൂപാറിൽ ഗിരികന്ധരങ്ങൾക്ക് പുറത്തെത്തുന്നു. ഹിമാലയത്തിലെ ഷിപ്കില ചുരം കടന്ന് പഞ്ചാബ് സമതലത്തിൽ പ്രവേശിക്കുന്ന സത്ലജ് ഒരു പൂർവ്വകാലീന നദിയാണ്. ബക്രാനങ്കൽ ജല പദ്ധതിയുടെ കനാൽ വ്യൂഹത്തിൽ ജലം ലഭ്യമാക്കുന്നതിനാൽ സത്ലജ് സിന്ധു നദിയുടെ ഏറെ പ്രധാനപ്പെട്ട പോഷക നദിയാണ്. ഇതിലെ ഒളിഞ്ഞിരിക്കുന്ന ഒരു ചോദ്യം ലങ്ചൻ ഗംബാബ് എന്ന് വിളിക്കപ്പെടുന്ന നദി ഏതാണ് എന്ന് ചോദിച്ചാൽ അത് സത്ലജ് ആണ്. സത്ലജ് നദിയാണ് ലങ്ചൻ ഗംബാബ് എന്ന് വിളിക്കപ്പെടുന്നത്. സത്ലജ് ഒരു പൂർവ്വകാലീന നദി കൂടിയാണ്.
ബംഗാളിലെ സോനാർ താഴ്വര മുതൽ സിന്ധു താഴ്വര വരെ തന്റെ സാമ്രാജ്യം ശക്തിപ്പെടുത്തുന്നതിനും ഒരുമിപ്പിക്കുന്നതിനുമായി ഷേർഷാ സുരി നിർമ്മിച്ചതാണ് ഷാഹി റോഡ്. കൽക്കട്ടയെ പെഷവാറുമായി ബന്ധിപ്പിക്കുന്ന ഈ റോഡ് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഗ്രാൻഡ് ട്രങ്ക് റോഡ് എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. ഇപ്പോൾ ഇത് അമൃത്സർ മുതൽ കൊൽക്കത്ത വരെയാണ്. ഗ്രാൻഡ് ട്രങ്ക് റോഡിന്റെ മറ്റൊരു പേര് എന്താണ്? ഷാഹി റോഡ്. ഇത് ബന്ധിപ്പിക്കുന്നത് അമൃത്സർ മുതൽ കൊൽക്കത്ത വരെ. എണ്ണക്കിണറുകളിൽ നിന്നും കിട്ടുന്നത് മാലിന്യപൂരിതമായ അസംസ്കൃത എണ്ണയായതിനാൽ അതിനെ നമുക്ക് നേരിട്ട് ഉപയോഗിക്കാനാവില്ല. അത് ശുദ്ധീകരിക്കേണ്ടതുണ്ട്. ഇന്ത്യയിൽ 2 തരത്തിലുള്ള എണ്ണ ശുദ്ധീകരണശാലകളാണുള്ളത്. എണ്ണപ്പാടം അടിസ്ഥാനമാക്കിയുള്ള എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് ഉദാഹരണമാണ് ദിഗ്ബോയ്. കമ്പോള അടിസ്ഥാനത്തിലുള്ള എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് ഉദാഹരണമാണ് ബറൗണി. ബറൗണി ഒരു എണ്ണ ശുദ്ധീകരണശാലയാണ് കമ്പോള അടിസ്ഥാനമാക്കിയിട്ടുള്ള. ആണവോർജം ഇന്ന് ഒരു പ്രായോഗിക ഊർജ സ്രോതസ്സായി മാറിയിട്ടുണ്ട്. യുറേനിയവും തോറിയവുമാണ് ആണവോർജ ഉൽപാദനത്തിനായി ഉപയോഗിക്കുന്ന പ്രധാന ധാതുക്കൾ. ധർവാർ ശിലകളിലാണ് യുറേനിയം നിക്ഷേപങ്ങൾ കാണപ്പെടുന്നത്. പ്രത്യേക സംസ്ഥാനത്തിന് വേണ്ടിയുള്ള ആവശ്യങ്ങൾ രാഷ്ട്രത്തിന്റെ ഐക്യത്തെ അപകടപ്പെടുത്തുമോ എന്നതായിരുന്നു ആദ്യ വർഷങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്കണ്ഠ. ഭാഷാ സംസ്ഥാനങ്ങൾ വിഘടനവാദത്തെ പരിപോഷിപ്പിക്കുമെന്നും അത് പുതുതായി രൂപം കൊണ്ട രാഷ്ട്രത്തിനുമേൽ സമ്മർദ്ദങ്ങൾ സൃഷ്ടിക്കുമെന്നുള്ള ആകുലതകളുമുണ്ടായിരുന്നു. പഴയകാല കോൺഗ്രസ് നേതാക്കന്മാരായ സി രാജഗോപാലാചാരി, കെ എം മുൻഷി, എൻ ജി രംഗ, മീനു മസാനി എന്നിവരായിരുന്നു പാർട്ടിയെ നയിച്ചത്. മറ്റു പാർട്ടികളിൽ നിന്നും സാമ്പത്തിക വിഷയങ്ങളിൽ വ്യത്യസ്ത നിലപാട് പാർട്ടി സ്വീകരിച്ചു. സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിക്കുന്നവരിൽ വളരെ കുറഞ്ഞ ഇടപെടൽ മാത്രമേ ഭരണകൂടം നടത്താവൂ എന്ന് പാർട്ടി ആഗ്രഹിച്ചു. ഇതിന് താഴെ സി രാജഗോപാലാചാരിയെക്കുറിച്ച് ഒരു കോളവും തന്നിട്ടുണ്ട്. റാഫി അഹമ്മദ് കിദ്വായ് 1894-1954 ഉത്തർപ്രദേശിൽ നിന്നുള്ള കോൺഗ്രസ് നേതാവ്. 1937-ലും 1947-ലും ഉത്തർപ്രദേശ് മന്ത്രി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ മന്ത്രിസഭയിൽ വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി. 1952 മുതൽ 1954 വരെ കാലഘട്ടത്തിൽ ഭക്ഷ്യ കൃഷി മന്ത്രി. റാഫി അഹമ്മദ് കിദ്വായ് ഇന്ത്യയിലെ ആദ്യ മന്ത്രിസഭയിലെ വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രിയായിരുന്നു. പിന്നീട് ഭക്ഷ്യ കൃഷി മന്ത്രിയുമായിട്ടുണ്ട്. ഇദ്ദേഹം 1937-ലും 1946-ലും ഉത്തർപ്രദേശിലെ മന്ത്രിയായിരുന്നു. ഇനി അദ്ദേഹം ഏത് സംസ്ഥാനത്ത് നിന്നുള്ള ആളാണ് എന്നായിരിക്കും ചോദ്യം വരിക. അല്ലെങ്കിൽ ഏത് പാർട്ടിയെ റെപ്രസെന്റ് ചെയ്യുന്നു? ഉത്തർപ്രദേശിലാണ്. കോൺഗ്രസ് നേതാവാണ്. 37-ലും 1946-ലും ഉത്തർപ്രദേശിലെ മന്ത്രിയായിട്ടുണ്ട്. ഇന്ത്യയിലെ വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രിയും ഭക്ഷ്യകൃഷി മന്ത്രിയുമായിട്ടുണ്ട്. രാജ്കുമാരി അമൃത് കൗർ ഗാന്ധിയനും സ്വാതന്ത്ര്യസമര സേനാനിയും കപൂർത്തല രാജകുടുംബാംഗം. അമ്മയിൽ നിന്നും ക്രിസ്തുമതം സ്വീകരിച്ചു. ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗത്വം. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ആരോഗ്യമന്ത്രി. 1957 വരെ ആരോഗ്യമന്ത്രിയായിരുന്നു. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി റാഫി അഹമ്മദ് കിദ്വായ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ആരോഗ്യമന്ത്രി രാജ്കുമാരി അമൃത് കൗർ. മൗലാന അബ്ദുൽ കലാം ആസാദ്. അബ്ദുൽ കലാം മെഹിയുദ്ദീൻ അഹമ്മദ് എന്നാണ് യഥാർത്ഥ പേര്. ഇസ്ലാം മത പണ്ഡിതൻ, സ്വാതന്ത്ര്യ സമര സേനാനി, കോൺഗ്രസ് നേതാവ്, ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ വക്താവ്. വിഭജനത്തിന് എതിരായിരുന്നു. ഭരണഘടനാ നിർമ്മാണ സമിതി അംഗം. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി.